എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ല. പിന്നീട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ദിയ ചേച്ചി ഇങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത്, നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ആകെ ഒരു ദുരന്ത കഥയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. ദിയ ചേച്ചി പലപ്പോഴും ഷോപ്പിൽ വരാറില്ല, പലപ്പോഴും അല്ല ദിയ ചേച്ചി വരാറില്ല. ദിയ ചേച്ചി എപ്പോഴും ട്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. എങ്ങനെയുണ്ട്, സംഭവിക്കില്ലേ? എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത്. നീ ഈ കാണിക്കുന്ന നേരിട്ട് കാണിക്കണേ. മോന് ബിരിയാണിയും ചോറും എല്ലാം ഞാൻ ഒരുമിച്ച് തരാം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുവാണ്. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയാസം കാണിച്ചിട്ടാ സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. നമുക്ക് ആഗ്രഹമില്ല. നാളെ പോലീസ് വരും, അവരോട് പറയേണ്ടി വരും. പോലീസാ ചേട്ടാ, ഇനിയിപ്പോ പോലീസ് വന്നല്ല ചേട്ടാ ഇതൊക്കെ പറയല്ലോ. ചേട്ടാ പോലീസ് വരും, സംഭവം കഴിയുന്നുണ്ട്. സുഗതൻ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നല്ലോ. മോഷ്ടിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. സുഗതൻ നിങ്ങൾ പറഞ്ഞേ. കാര്യം പറയൂ, എന്താണ് ചെയ്തത്? സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഇവര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കുക. ഒരുപാട് നേരം നിന്നാ ആരാണ് അത്? ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. അതാരായിരുന്നു? എനിക്ക് ഈ പ്രശ്നം വയ്യ. എനിക്ക് ഞാൻ പറഞ്ഞ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണോ? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തര എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്? ബാക്കി 2 പോട്ടു അല്ല. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് എല്ലാവരും 3 പേര് എത്ര എടുത്തു? കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. നല്ല